COVID-19 പാൻഡമിക് കാലത്തെ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അതിജീവിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. കൂട്ടിലിട്ടതുപോലെ നീണ്ടൊരു ലോക്ക്ഡൗൺ കാലം. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും എങ്ങനെ കണ്ടെത്തുമെന്ന് അന്താളിച്ചു നിന്ന സമയം. അതുവരെയും വേഗത്തിൽ ഓടിക്കൊണ്ടിരുന്ന ലോകത്തെ ഒരു വൈറസ് നിശബ്ദമാക്കി കുഞ്ഞു മുറികൾക്കുള്ളിൽ തനിച്ചാക്കി അടച്ചിട്ടു. 2020 മാർച്ച് 24 ഇന്ത്യ മഹാരാജ്യം 130 കോടിയിലധികം വരുന്ന ജനങ്ങളെ അർദ്ധരാത്രി മുതൽ ലോക്ക്ഡൗൺ എന്ന പ്രതിവിധിയിലേക്ക് തളച്ചിട്ടു. അടുത്ത ദിവസങ്ങളിലെ പത്രവാർത്തകളിൽ കോവിഡ് കേസുകളുടെ എണ്ണം പോലെ തന്നെ വിചിത്രമായ കാഴ്ചകൾ പുറത്തു വന്നു. അതിൽ പലതും നിങ്ങളും ഞാനും കണ്ടതാണ്. കൂട്ടമായി കയ്യിൽ കിട്ടിയതെല്ലാം പെറുക്കിക്കൂട്ടി സ്വദേശങ്ങളിലേക്ക് കാൽനടയായി മടങ്ങുന്ന മനുഷ്യർ താണ്ടേണ്ടത് 1000-ലധികം കിലോമീറ്ററുകൾ. യാത്രക്കിടയിൽ ജലപാനം കിട്ടാതെ മരണം പൂകിയ മനുഷ്യരുടെ കണക്ക് കൃത്യമായി പറയാൻ പറഞ്ഞാൽ സർക്കാർ സംവിധാനങ്ങളും കൈമലർത്തും. അവർക്കത് സംഖ്യകളാണ്. പത്രവാർത്തകൾക്കിടയിലും സോഷ്യൽ മീഡിയ സ്ക്രോളുകൾക്കിടയിലും തെളിഞ്ഞു മാഞ്ഞു പോയ മനുഷ്യർ നമുക്കും വെറും ചിത്രങ്ങളോ സംഖ്യകളോ മാത്രമാണ്. പൊള്ളുന്ന വെയിലത്ത് ചെരുപ്പ് പോലും ഇല്ലാതെ പരസ്പരം ചുമന്ന് വീഴത്തേണ്ടി വരുന്ന മനുഷ്യർ കേട്ടാൽ കണ്ണ് നനയ്ക്കുന്ന കഥകൾ മാത്രമാണ്. വെട്ടിപ്പിടിക്കാൻ 100,000 സ്വപ്നങ്ങൾ ബാക്കി നിന്നൊരു ചെറുപ്പക്കാരൻ അവരിലുണ്ടായിരുന്നിരിക്കാം. അവനിൽ തണൽ കണ്ട ഒരു കുടുംബം ആ വരവും കാത്ത് കാതങ്ങളകലെ ഉറക്കമളച്ചിരിപ്പുണ്ടാകാം. വിധികളോട് പൊരുതി തീർന്നിട്ടില്ലെന്ന് ഉറപ്പിച്ച ഒരു യോദ്ധാവ് അവരിലുണ്ടാകാം. നമുക്കൊക്കെ ഉള്ളതുപോലെ ഒരു ഉറ്റ ചങ്ങാതി, പ്രണയം, സ്വപ്നം ഒക്കെയും ബാക്കിയുണ്ടായിരുന്നിരിക്കാം. അങ്ങനെ 2 പേരുടെ കഥയാണ് ഈ വർഷത്തെ ഓസ്കാറിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി. സാക്ഷാൽ മാർട്ടിൻ സ്കോർസേസി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായി പുറത്തിറക്കിയ നീരജ് ഗായവാൻ ചിത്രം ഹോം ബൗണ്ട്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ 1.21 ബില്യൺ ജനങ്ങളിൽ 45.36 കോടി, അതായത് ആകെ ജനസംഖ്യയുടെ 3.8% കുടിയേറ്റ തൊഴിലാളികളായിരുന്നു. ലോക സാമ്പത്തിക ഫോറത്തിന്റെ കണക്കനുസരിച്ച് രാജ്യത്തെ ഏകദേശം 139 ദശലക്ഷം കുടിയേറ്റക്കാരുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത്ര വലിയ കൂട്ടം ജനങ്ങളാണ് കോവിഡ് ലോക്ക്ഡൌണിൽ പട്ടിണിയും ഭയവും മൂലം കൂട്ടമായി പലായനം ചെയ്തത്. ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പലായനം. കോവിഡ് വ്യാപനം ശക്തമായ കാലത്ത് തന്നെ പകർച്ചവ്യാധിയും ലോക്ക്ഡൌണും മൂലം ഏകദേശം 400 ദശലക്ഷം തൊഴിലാളികൾ ദാരിദ്ര്യത്തിലാകുമെന്ന് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ILO പ്രവചിച്ചിരുന്നു. COVID-19 പാൻഡമിക്കിന്റെയും തുടർന്നുള്ള ലോക്ക്ഡൌണിന്റെയും ഫലമായി ഏകദേശം 10 ദശലക്ഷം കുടിയേറ്റക്കാർ നാട്ടിലേക്ക് മടങ്ങാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് 2020 സെപ്റ്റംബർ 14 തൊഴിൽ മന്ത്രി സന്തോഷ് കുമാർ ഗാംഗ്വാർ പാർലമെന്റിൽ പ്രസ്താവിച്ചത്. തൊട്ടടുത്ത ദിവസം മന്ത്രി പറഞ്ഞത് പകർച്ചവ്യാധിയുടെ ഫലമായി രാജ്യത്ത് മരിച്ചതോ തൊഴിൽ രഹിതരോ ആയ കുടിയേറ്റക്കാരുടെ എണ്ണത്തെക്കുറിച്ച് ഒരു ഡേറ്റയും സർക്കാർ സൂക്ഷിച്ചിട്ടില്ല എന്നാണ്. ഇന്റർ സ്റ്റേറ്റ് മൈഗ്രന്റ് വർക്ക്മെൻ ആക്ട് 1979 നിലനിൽക്കുന്ന രാജ്യത്തെ കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന. അത്രയേറെ അസംഘടിതരായ ഒരുപറ്റം തൊഴിലാളികളാണ് യാത്ര ചെയ്യാൻ വാഹനം പോലും ഇല്ലാതെ ദുരിതം അനുഭവിച്ചത്. ഇതേ മാർച്ച് 31 ഗുജറാത്തിൽ നിന്നും നാടുകളിലേക്ക് മടങ്ങാൻ ശ്രമിച്ച 120-ൽ പരം കുടിയേറ്റ തൊഴിലാളികളെ പോലീസ് ക്രൂരമായി മർദ്ദിച്ച ശേഷം ബലമായി ഒരു ലോറിയിൽ കുത്തി നിറച്ച് മഹാരാഷ്ട്രയിൽ ഉപേക്ഷിച്ചു. മെയ് 8 ഔറംഗാബാദിൽ നടന്ന് തളർന്ന് റെയിൽവേ ട്രാക്കിൽ മയങ്ങിപ്പോയ 16 കുടിയേറ്റക്കാർ ട്രെയിൻ ഇടിച്ചു കയറി മരണപ്പെട്ടു. തുടരെ ദേശീയ മാധ്യമങ്ങളിൽ പകർച്ചവ്യാധി മരണങ്ങൾക്കൊപ്പം തന്നെ ദാരുണമായി മരണപ്പെട്ട തൊഴിലാളികളുടെ കണക്കും നിരന്നു. യാത്രക്കിടെ മരിച്ചു വീണ അച്ഛനെ പിടിച്ചു വലിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ച 2 വയസ്സുകാരിയെ ഇന്നും ഒരുപക്ഷെ മറന്നു കാണില്ല. രോഗിയായ അച്ഛനെ ഗുരുഗ്രാമിൽ നിന്നും ബീഹാറിലെ ദർഭംഗയിലേക്ക് 1200 കിലോമീറ്റർ സൈക്കിളിൽ വഹിച്ചുകൊണ്ടുപോയ 15-കാരി ജ്യോതികുമാരിയെയും മറന്നിരിക്കില്ല. അത്തരത്തിൽ ലോകമാകെ പടർന്ന വാർത്തയായിരുന്നു ദ ന്യൂയോർക്ക് ടൈംസിൽ ബഷാരത് പീർ പബ്ലിഷ് ചെയ്ത എ ഫ്രണ്ട്ഷിപ്പ്, എ പാൻഡമിക് ആൻഡ് എ ഡെത്ത് ബിസൈഡ് ദ ഹൈവേ. പാൻഡമിക് പലായനത്തിനിടെ മധ്യപ്രദേശിലെ കോലാറിനടുത്തുള്ള ഒരു ഹൈവേയിൽ മരണപ്പെട്ട തന്റെ കൂട്ടുകാരനെ ചേർത്ത് പിടിച്ചിരുന്ന സയൂബിന്റെ ചിത്രം നമ്മളും കണ്ടിരിക്കും. കോലാറിനടുത്ത് ഹീറ്റ് സ്ട്രോക്ക് ഏറ്റ് മരണപ്പെട്ടത് അയാളുടെ സുഹൃത്ത് അമൃത് കുമാർ. ആ 2 പേരുടെ കഥയാണ് ഹോം ബൗണ്ട് അടയാളപ്പെടുത്തുന്നത്. ചുറ്റുപാടുകളെ നിരന്തരം മത്സരിച്ച് തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഷോയിബ് അലിയും ചന്ദൻ കുമാറും. കഥാരംഭത്തിൽ ഇരുവരും സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവരാണ്. പോലീസുകാരനായാൽ ജാതിയുടെയോ വിശ്വാസത്തിന്റെയോ പേരിൽ ആരും ഹ്യൂമിലിയേറ്റ് ചെയ്യില്ലെന്ന് ഉറച്ചു വിശ്വസിച്ച ഇരുവരും അതിനുള്ള പരിശ്രമങ്ങളിലാണ്. അവിടെയും ജാൻവി കപൂറിന്റെ സുധ അവരെ തിരുത്തുന്നുണ്ട്. പോലീസ് ആയതുകൊണ്ട് മാത്രം നിങ്ങളുടെ ജാതിയും മതവും അപ്രത്യക്ഷമാകുന്നില്ലെന്ന് അവർ തിരിച്ചറിയുന്നു. റിസർവേഷൻ കോട്ടയിൽ ജോലിക്ക് അപേക്ഷിക്കാൻ മടിക്കുന്ന ചന്ദൻ അയാളുടെ ജാതി തിരുത്തി പറയുകയും ജനറൽ കോട്ടയിൽ അപേക്ഷ നൽകുകയും ചെയ്യുന്നുണ്ട്. കാരണം അയാൾ പറയുന്നത് ഇങ്ങനെയാണ്: റിസർവേഷനിൽ എനിക്ക് ജോലി ലഭിച്ചാൽ തന്നെ എന്താണ് പ്രയോജനം?
എൻ്റെ ജാതി നോക്കി അവരെന്നെ തൂപ്പുകാരനാക്കും. അയാൾക്കതറിയാം. കീഴ്ജാതിക്കാരനായതിൻ്റെ പേരിൽ അയാളുടെ അമ്മ വെച്ച ഭക്ഷണം സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് നൽകരുതെന്നു കൂടെ പറഞ്ഞ സിസ്റ്റമാണിത്. എങ്ങനെയും ഒരു പോലീസുകാരനാവാനുള്ള നീണ്ട കാത്തിരിപ്പിൽ വിധി ഇരുവരെയും പല വഴികളിലൂടെ പ്രതീക്ഷ നൽകി നടത്തും. രക്ഷയാകുന്ന തുരുത്ത് തൊട്ടടുത്തുണ്ടെന്ന് പറഞ്ഞ് കബളിപ്പിക്കും. എവിടെയും നിൽക്കക്കള്ളിയില്ലാതെ സൂറത്തിലെ ഒരു ടെക്സ്റ്റൈൽ ഫാക്ടറിയിൽ വന്നെത്തുന്ന ഇരുവരും ജീവിതത്തിലേക്ക് മടങ്ങുന്നതാണ് ഹോം ബൗണ്ടിലെ ഗ്രിപ്പിംഗ് പോയിന്റ്. മാസാൻ എന്ന അടിമുടി പൊളിറ്റിക്കൽ ചിത്രത്തിന് ശേഷം നീരജൊരുക്കുന്ന ഫീച്ചർ ചിത്രം അതിൽ നിന്നൊരു ഇഞ്ച് പോലും വിഭിന്നമല്ല. ന്യൂയോർക്ക് ടൈംസിലെ ആർട്ടിക്കിളിൽ രണ്ട് മനുഷ്യരുടെയും കഥയെ ബഷാരത് പീർ അടയാളപ്പെടുത്തുന്നത് വെറുപ്പ് നിറഞ്ഞ ഇന്ത്യയുടെ പൊതുമണ്ഡലത്തിലേക്ക് സ്വർഗത്തിൽ നിന്നും പെയ്തിറങ്ങിയ മഴ എന്നാണ്. അസഹിഷ്ണുതയുടെ കാലത്തെ തുറന്നു പറച്ചിൽ. സമകാലിക ഇന്ത്യയുടെ അടയാളപ്പെടുത്തൽ കൂടിയാണ് ഹോം ബൗണ്ട്. സ്വന്തം ഭൂമിയിൽ നിൽക്കാൻ വേണ്ടി പല മനുഷ്യർ അനുഭവിക്കേണ്ടി വരുന്ന പലവിധം ജീവിതങ്ങൾ കൂടിയാണത്. ഈ വർഷം മെയ്യിൽ നടന്ന കാൻസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ 9 മിനിറ്റ് നീണ്ട സ്റ്റാൻഡിംഗ് ഒവേഷനാണ് ചിത്രം നേടിയത്. ഇഷാൻ ഖട്ടർ, വിശാൽ ജേത്വ എന്നീ അസാധ്യ നായകന്മാർക്കു കൂടെ അർഹമായ ബഹുമതി. പാൻഡമിക് കാലത്ത് ഭരണകൂടം ഏറ്റവും അടിത്തട്ടിലെ മനുഷ്യരോട് ചെയ്തത് എന്ത് എന്നതിന്റെ സാക്ഷ്യം.